ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പം ഇന്ന് ജാനൈക്കാട് റിസോർട്ടിൽ നിന്നാണ് പാർട്ടിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാ അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അപ്പൂസുണ്ട്. കുഞ്ഞാപ്പിനെ ഞാൻ അമ്മേൻ്റെ കയ്യിൽ കൊടുത്തു, അമ്മ കൊണ്ടുവരും കേട്ടോ. ഇതാ നമ്മുടെ മഴവിൽക്കാട് റിസോർട്ട് ചൂസ് ചെയ്യാൻ തന്നെ കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ല വ്യൂ ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും, ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാൻ. ഇത് ചേച്ചിയുടെ അമ്മ. ഇവർ രാവിലെ തന്നെ കൊയിലാണ്ടിയിൽ നിന്ന് കുറ്റ്യാടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കാണുന്നതാണ് മഴവിൽക്കാട് റിസോർട്ട്. അടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു 10:30-ക്കൊക്കെയാണ് കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തത്. പക്ഷെ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഒരു 11 മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാപ്പു നല്ല ഉറക്കത്തിലാണ് കേട്ടോ. കുഞ്ഞാപ്പിനെ എടുത്തുകൊണ്ട് പോകുന്നത് അപ്പൂസിൻ്റെ അച്ഛനാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂടെയുള്ളത് അപ്പൂസിൻ്റെ അമ്മ, പിന്നെ ചേച്ചിയും ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ. നമ്മളൊക്കെ നേരത്തെ തന്നെ ഹോളിലേക്ക് എത്തി. നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. കുഞ്ഞാപ്പി ആദ്യം നല്ല അലമ്പായിരുന്നു, കേക്ക് കട്ട് ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഈ വണ്ടികളൊക്കെ അവൻ്റെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ സെക്ഷനൊക്കെ തുടങ്ങി. അപ്പോഴത്തേനും ആള് കളീൻ്റെ മൂഡിലായി. പിന്നെ ഒന്നും പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴും അതും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വണ്ടികളൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതിനോട് കളിക്കാനൊക്കെ. പിന്നെ ഞാൻ അവനെ കളിക്കാനൊക്കെ വിട്ടു. ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ. ഈ റിസോർട്ടിൻ്റെ താഴെ കൂടി കുറ്റ്യാടിപ്പുഴയാണ് കേട്ടോ ഒഴുകുന്നത്. അതിൻ്റെ താഴത്തെ സെക്ഷനിലല്ല നമ്മൾ പ്രോഗ്രാം വെച്ചിരുന്നത്, അതിൻ്റെ മുകളിലത്തെ സെക്ഷനിലാണ് കേട്ടോ വെച്ചത്. നല്ല രസമായിരുന്നു കാണാൻ. ഇത് എമ്മിൻ്റെ ആകെയുള്ളൊരു ഫ്രണ്ടാണ് കേട്ടോ ജാനിമോള്. അപ്പോൾ അവളുടെ കൂടെയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അവർ കളിക്കുന്നതിൻ്റെ ചുറ്റും ഇങ്ങനെ വെള്ളവും പിടിച്ച് കറങ്ങി നടക്കുന്നത് എൻ്റെ അനിയനാണ് കേട്ടോ. ഇന്നത്തെ ഫുഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ കഴിക്കാനും ലേറ്റായി. പിന്നെ ചെറിയ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും എമിൻ വണ്ടിയിൽ തന്നെയായിരുന്നു, അവൻ അതിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ പോയിട്ടോ. അവർക്ക് കാസർഗോഡ് വരെ എത്തണ്ടേ. അവരപ്പോൾ ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളും പതിയെ ഇറങ്ങി. അപ്പോഴേക്കും കുഞ്ഞാപ്പി കളിച്ച് ഉറങ്ങിപ്പോയിട്ടോ. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടോ. കുഞ്ഞാപ്പൂൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തുറക്കാം. അതിൽ കുറെ അറിയുന്നവരുണ്ടായിരുന്നു. അറിയുന്ന ആൾക്കാർ തന്നതുകൊണ്ട് അറിയാത്ത ആൾക്കാർ തന്നു. അറിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് എഴുതിയിട്ടാണ് ഉദ്ദേശിച്ചത്. വന്നിട്ടുണ്ട്. കുഞ്ഞാപ്പും കൂടി ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നത്. ആദ്യം കുഞ്ഞാപ്പ് എടുത്ത് ഇതിന്റെ അൺബോക്സ് ചെയ്യാം അല്ലേ? ഇതാണ് ആദ്യം കുഞ്ഞാപ്പി എടുത്തത്. ഇതൊരു ഡ്രസ്സാന്ന് തോന്നുന്നു. നോക്കാം. ആ കത്രിക എടുത്തോ നിങ്ങൾക്ക്. ഹായ്, സൂപ്പർ ഒരു ഷർട്ടും പിന്നെ ഒരു ട്രൗസർ. നല്ല രസമുണ്ട്. ഇതെനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഉണ്ണിയാന്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ തന്നത്. ഉണ്ണിയുടെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവന്റെ ചെറിയച്ഛന്റെ താങ്ക് യു ഫ്രണ്ട്സ് ആണ്. താങ്ക്സ്. ഇതും അവരെ കൂടെ തന്ന സാധനമാണ് കേട്ടോ. അപ്പൊ അതും കൂടെ അതൊരു ഫ്രണ്ട്സ്, ഇതൊരു ഫ്രണ്ട്സ്. അടിപൊളി. അടുത്തൊരു ഷർട്ടും ഒരു ട്രൗസറും. ചെറിയച്ഛന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. താങ്ക് യു.
ഇതൊരു ട്രൗസറും ബനിയനും. ഇത് അവരുടെ ഫ്രണ്ട്സാ, അത് മൂന്നാണ് ഫ്രണ്ട്സാണ്. ചെറിയ ചെറിയ ഫ്രണ്ട്സിന് ഫ്രണ്ട്സ്. അതിന് നമുക്ക് ഇത് തുറക്കാം. ഇതാരാ തന്നതെന്ന് അറിയില്ല. എങ്ങനെ ഇരിക്കുന്ന കുഞ്ഞാപ്പൂ തുറക്കും. കുഞ്ഞാപ്പൂ ഗേൾസിന്റെ ആണോ? അല്ല അല്ല, ഇത് നല്ലൊരു ബനിയനും ടീഷർട്ടും ഒരു ട്രൗസറും നല്ല ഭംഗിയുണ്ട്. ഇതാരാ തന്നേന്ന് അറിയില്ല. ഇതാരാ തന്നേന്നുള്ളത് അറിയില്ല. പക്ഷെ ക്യൂട്ട് ആയിട്ടുണ്ട്. ഒരു എന്താണിത്, റാബിറ്റ് അല്ലേ കുഞ്ഞ? റാബിറ്റാ. എന്താണിത്, ടിപ്പറാ? മണ്ണൊക്കെ കൊരുന്ന ടിപ്പറാണ്. ഇത് കുഞ്ഞുമണിക്ക് ഇത് പുറത്ത് മണ്ണിലൊക്കെ ഇറങ്ങി നല്ല ഭംഗിയിട്ട് തരൂ. ഇത് എനിക്ക് ഓർമ്മയുണ്ട്, സായും ജാത്ത് തന്നത്. സൂപ്പർ, നല്ല രസമുണ്ട്, നല്ല ഭംഗിയിലുള്ള കുഞ്ഞുണ്ണീനെ പോലെ ഒരാള്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു പറ മാമനോട്. അടിപൊളി അടിപൊളിയുടെ ഉണ്ണി. ഷർട്ടും ഇതൊക്കെ കുഞ്ഞാപ്പി ഇടണമെങ്കിൽ 2-3 വയസ്സൊക്കെ ആവും. എല്ലാരും പോയി. അടിപൊളിയായി. ഇതാരാ തന്നേന്നറിയില്ല, പക്ഷെ താങ്ക് യു. പിന്നെ ഇത് നമുക്കറിയാം. ആരാ? ഇതെന്റെ ഫ്രണ്ട്സ് ആണ് തന്നത്. രഞ്ജു, ജി, ഐഷു, രാധിക ചേച്ചി. നല്ല അടിപൊളി. ഇതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കുഞ്ഞാപ്പൂ ഒരു ഇതെന്തായാലും ഇതിനെ പറയാമോ? ഇതൊരു ടാങ്കി സൂട്ട്. അടിപൊളി. താങ്ക് യു ആന്റി മാരി. പറയൂ താങ്ക് യു ആന്റി മാരി. എന്റെ ഫ്രണ്ട്സ് ആണ് ഇത് തന്നിട്ടുള്ളത്. അടിപൊളി. താങ്ക് യു. ഇത് അടുത്തത് ഇതെന്റെ ഫ്രണ്ട് തന്നെയാണ്. ഇത് ഫ്രണ്ടിന്റെ എന്താ പേര്? താങ്ക് യു. താങ്ക് യു പറയുമേ. താങ്ക് യു ചേട്ടാ. ഇതിനൊരു ക്യാപ്പൊക്കെ ഉണ്ട്. ബേബിക്കാണ്. ക്യാപ്പൊക്കെ ഉണ്ട്. ക്യാമ്പൊക്കെ ഉള്ള അടിപൊളി ഒരു ഡ്രസ്സാണ്. ഇത് അമ്മ, ചേച്ചിന്റെ അമ്മ. ഇതിൽ ഒരു ചെറിയൊരു നോട്ടൊക്കെ ഉണ്ട്. ക്യൂട്ടായിട്ടുള്ളൊരു ഷൂ. ഇത്ര വലുതായിരിക്കും ഇത്, പക്ഷെ എന്നാലും ഇത് വലുതായിട്ട് ടാങ്കി സൂട്ട്. സൂപ്പർ. ഒരു ടീഷർട്ടും ഒരു ഡെനിം ട്രൗസറും. അടിപൊളി. സൂപ്പർ. അറിയില്ല. താങ്ക് യു. ഒരു JCB മോഡൽ അല്ലേ ഇത്? ജീപ്പ്. വാവ്, ഇതൊരു ജീപ്പാണ്. അടിപൊളി ഒരു ജീപ്പാണ് കുഞ്ഞുമണിക്ക് അടുത്ത കിട്ടിയിട്ടുള്ളത്. താങ്ക് യു. ഇതാരാ തന്നെ? ഇതറിയില്ല. അപ്പൂസിന്റെ മുതലാളിയാണോ? ഇത് ഞങ്ങൾക്കുള്ളതാണ്. പെരേറോ. താങ്ക് യു. ഇത് പോയി. അതിന്റെ അകത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അമ്മ തന്നെ ഉടുപ്പേ കുഞ്ഞുമണിക്ക്. താങ്ക് യു. ഹായ്
അടിപൊളി ഒരു ഡൈഗിരി suit. ഒരു ഡൈഗിരി സൂട്ടാണ്. അടിപൊളി. നല്ല ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതാരാ തന്നത്? അത് അമ്മേന്റെ ഹോസ്റ്റലിലെ ഫാദറും കൊച്ചമ്മയും. ആ, അവനൊരു ബുക്കും പേനയും പിന്നെ ചെറിയൊരു കാറും. അതാണ്ടി ഏതാണ്ടി? ആണ്ടിയാ തോന്നുന്നു, ഓർമ്മയില്ല. കറുത്തിലേന്ന് ഓർക്കുന്നില്ല. പക്ഷെ നല്ല രസമുണ്ട്. ട്രൗസർ കുപ്പായ അത്. അടിപൊളി. ഇതൊരു കാറാ. ഇതൊരു റിമോട്ട് കൺട്രോൾ ഉള്ള ഒരു കുട്ടൻ അറിയില്ല. പക്ഷെ അടിപൊളി കാർ. ക്യൂട്ട് ആയിട്ടുള്ള ഷൂ അതാ പാവയാണ്. ഇതും ഒരേ ഏകദേശം ഒരേ കളറാണ്. അടുത്ത ഈ ഒരു വലിയ ഗിഫ്റ്റ് നമ്മളെ കുഞ്ഞാപ്പൂനും കൊടുത്ത അവന്റെ ചെറിയച്ഛന് വളരെയധികം നന്ദിയുണ്ട്. ഇത് അവൻ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞിരുന്നു വലിയൊരു ബസ് കൊണ്ടുവരുന്നുണ്ട് എന്ന്. അപ്പൊ ഇതാണ് അവന്റെ ചെറിയച്ഛന്റെ ഗിഫ്റ്റ്. നന്നായിട്ടുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. അവന് ഇത് പൊട്ടൊന്നുമില്ല അല്ലേ കഴിഞ്ഞാൽ? ഇല്ല. അടിപൊളി. താങ്ക്സ് ചെറിയച്ഛ. പിന്നെ ഇതാ ഇത് വലിയതാ. ഈ കുറച്ച് വലിയ വലിയ ഗിഫ്റ്റുകൾ പൊളിക്കാം. ഒരു വണ്ടി. ഇത് നോക്കണ കുഞ്ഞി. അത് ചെയ്യുന്നതാണ് കുഞ്ഞി. ഇത് വാങ്ങാനാ. ഇത് ചിഞ്ചേച്ചി തന്നാണ് കേട്ടോ. താഴത്തെ അടിപൊളിയുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേ എമ്മി എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു അടിപൊളിയായിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞ് കുറച്ച് നിൽക്കും. ഇത് അടുത്ത ഈ ഒരു വണ്ടി, ഇത് നമ്മളെ രാജു പാപ്പ തന്ന വണ്ടിയാണിത്. ഇതൊരു ജീപ്പ് അല്ലേ? ഇതൊരു ജീപ്പാ. രാജപാപ്പൻ കൊണ്ടുവന്നതാണ് കുഞ്ഞിന്. ഇലക്ട്രിക് ബുള്ളറ്റ് ആണിത്. അടിപൊളിയായിട്ടുള്ളതാണ്. ഇത് നമ്മളെ അവന്റെ മാമൻ തന്നാ. മാമൻ തന്നതാണ്. ദിബീഷ് മാമൻ തന്നതാണ്. അടിപൊളി. മാമൻ തന്നത് അത് നമുക്ക് ഇത് അവന്റെ വല്യമ്മ അവന് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ജീപ്പാണ് കേട്ടോ, ഇലക്ട്രിക്കിന്റെ ഒരു ജീപ്പ്. ഇതൊരു പോതിര അച്ഛൻ കേട്ടോ. ഇത് അടുത്തൊരു മോതിരാണ് എനിക്ക് തോന്നുന്നു. ഇത് നമ്മളെ രമണിയാൻറ്റി തന്ന മോതിരാണ്. ഇത് കുഞ്ഞാപ്പൂന്. താങ്ക് യു. എമ്മിന്റെ വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ. ഇതിവിടെ ഒരെണ്ണം ഇഷ്ടായോ എമ്മിൻ? സൂപ്പറാ പറഞ്ഞേ, സൂപ്പറാന്ന് പറഞ്ഞേ. ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സ്, കുറച്ചല്ല കുറച്ച് കൂടുതൽ ഡ്രസ്സ്, ഷൂസ്, അങ്ങനത്തെ ഒക്കെ. നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ അൺബോക്സിംഗ് വീഡിയോ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ കഴിഞ്ഞു കേട്ടോ. എല്ലാ ഗിഫ്റ്റും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാതും നല്ല ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ എല്ലാരും ഉണ്ട്. ഇപ്പൊ അച്ഛന് എന്റെ വീട്ടിലെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അപ്പൂന്റെ അമ്മച്ചനോട് ഉണ്ട്. പിന്നെ എന്റെ അമ്മ കൂടെ ഉണ്ട്. അപ്പൊ ഗിഫ്റ്റ് തന്നിട്ടുള്ള കുഞ്ഞാപ്പിന്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും വിഷ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്. വലിയ സ്നേഹം. ബൈ.